ഇപ്പോൾ വീരമലക്കുന്നിൽ ആദ്യത്തെ പ്രാവശ്യം മണ്ണിടിഞ്ഞു വീണപ്പോൾ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് അറിയാതെ അനധികൃതമായി 1,75,00,000 രൂപയുടെ മണ്ണ് കടത്തിക്കൊണ്ടുപോയി ഈ കമ്പനി. അത് കണ്ടുപിടിച്ചു, പരാതി കൊടുത്തു. പരാതിയുടെ അടിസ്ഥാനത്തിൽ അതിന് ഫൈൻ അടിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഈ നാഷണൽ ഹൈവേയുടെ 2ഉം 3ഉം റീച്ചും അതിനുശേഷമുള്ള റീച്ചുകളെക്കുറിച്ച് ഞങ്ങൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാന് രേഖാമൂലം പരാതി കൊടുക്കുകയും അതിൻ്റെ ക്ലിപ്പിംഗ്സ് അയച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ സ്ഥലം പരിശോധിക്കാൻ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ KC വേണുഗോപാൽ വരികയും അടിയന്തരമായി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി യോഗം വിളിച്ചു കൂട്ടുകയും ആ യോഗത്തിൽ ഏകകണ്ഠമായി എല്ലാവരും ഇതിനെതിരെ അതിശക്തമായ വികാരം പ്രകടിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്ക് കമ്പനിയെ കരാറിൽ നിന്ന് വിലക്കുകയും 1 കോടി രൂപ ഫൈൻ അടയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മന്ത്രിക്ക് ആ കാര്യങ്ങൾ ഞാൻ ബോധ്യപ്പെടുത്തി കൊടുത്തു. കാരണം ജില്ലാ കളക്ടറെ അനുസരിക്കാത്ത ഒരു കമ്പനി, DDC തീരുമാനങ്ങൾ അംഗീകരിക്കാത്ത ഒരു കമ്പനി അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് പോകുന്നത്. ഒരു പാർലമെൻറ്റ് അംഗമായ ഞാൻ നിരവധി പ്രാവശ്യം വിളിച്ചു പറഞ്ഞിട്ടും ഒരു കാര്യം പോലും നടപ്പിലാക്കാൻ തയ്യാറായിട്ടില്ല. മാത്രമല്ല, കഴിഞ്ഞ 6 മാസക്കാലമായി മേഘ കൺസ്ട്രക്ഷനിൽ ജോലി ചെയ്യുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് വേതനം കൊടുക്കുന്നില്ല, അവർക്ക് ആഹാരം കഴിക്കാൻ നിവർത്തിയില്ല. അവരെല്ലാം കൂടി എന്നെ വന്ന് കണ്ടു. ചുരുക്കി പറഞ്ഞാൽ വളരെ ജനദ്രോഹപരമായൊരു സമീപനത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വീരമലക്കുന്നിനടുത്ത് മട്ടലായിൽ മണ്ണിടിഞ്ഞു വീണ് ഒരു അന്യ സംസ്ഥാന തൊഴിലാളി മരിച്ചു. വീരമലക്കുന്നിലും ഒരു തൊഴിലാളി മരിച്ചു. ഇന്നലെ മണ്ണ് ഇങ്ങനെ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. സോയിൽ നെയിലിംഗ് എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് സമ്പ്രദായത്തിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഞാൻ ആ കാര്യങ്ങളെല്ലാം ഇപ്പം മന്ത്രിയെ പോയി കണ്ട് വിശദീകരിച്ചു. മന്ത്രി എൻ്റെ മുമ്പിൽ വെച്ച് വെങ്കട്ടരാമൻ എന്ന് പറയുന്ന മോർത്തിൻ്റെ ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് കർശനമായ നടപടി എടുത്തിട്ട് എന്നെ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. മന്ത്രിയെ തിരിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഉടൻ തന്നെ വെങ്കട്ടരാമനെ വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, കർശനമായ നടപടി സ്വീകരിക്കാൻ മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മേഘ കൺസ്ട്രക്ഷൻ്റെ പേരിൽ അടിയന്തരമായി നടപടി സ്വീകരിച്ചിട്ട് എന്നെ അറിയിക്കാമെന്ന് വെങ്കട്ടരാമനും പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ 2ഉം 3ഉം റീച്ചിൽ മേഘ കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുള്ള എല്ലാ വർക്കുകളും തികഞ്ഞ പരാജയമാണ്. മാത്രമല്ല, ചട്ടഞ്ചാലിനും ചെർക്കളയ്ക്കും ഇടയ്ക്ക് 4 കൾവർട്ട് ഉണ്ടായിരുന്നു. ആ 4 കൾവർട്ട് 3 കൾവർട്ട് അവർ വെട്ടിച്ചുരുക്കി 1 കൾവർട്ടാക്കി മാറി. ഇപ്പോൾ 96 സ്ഥലങ്ങളിൽ വിദഗ്ധ സമിതി പരിശോധന നടത്തിയിട്ട് 36 പരിഹാരം കണ്ടെത്തിയെന്നും 38 ഭാഗികമായി പരിഹാരം കണ്ടെത്തിയെന്നും ബാക്കി സ്ഥലത്ത് ഡിസൈൻ മാറ്റാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് അവർ പറയുന്നത്, ഈ കൺസ്ട്രക്ഷൻ കമ്പനി. അപ്പോൾ ഇതിൻ്റെ അലൈൻമെൻറ്റ് തീരുമാനിച്ചപ്പോൾ ജനപ്രതിനിധികളുമായിട്ട് ആലോചിച്ചില്ല. DPRനെ കുറിച്ച് യാതൊരു വിധമായ ചർച്ചയും നടന്നിട്ടില്ല. ഡിസൈൻ തയ്യാറാക്കുമ്പോൾ ജനപ്രതിനിധികളുമായിട്ട് ആലോചിച്ചിട്ടില്ല. നമ്മുടെ ആ പ്രദേശത്ത് മണ്ണ് പരിശോധന നടത്തിയിട്ടില്ല. പാരിസ്ഥിതിക ആഘാതത്തെക്കുറിച്ച് പഠനം നടത്തിയിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ ഹൈവേ ഒരു വലിയ ദുരന്തമായി മാറാൻ പോവുകയാണ്. ശിരൂരുണ്ടായ അപകടം പോലെ തന്നെ ശിരൂരും ഈ NH-66 ഒരു ഭാഗമാണ്. അന്ന് 10 പേർ മരിച്ച അപകടമുണ്ടായപ്പോൾ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു, മണ്ണ് പരിശോധന നടത്തിയിട്ടില്ല, പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയിട്ടില്ല. ഇങ്ങനെ മണ്ണെടുത്താൽ ഇത് ഇടിഞ്ഞു വീണുകൊണ്ടേയിരിക്കും, അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇന്ന് ഞാൻ ഒരിക്കൽ കൂടി മന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്, മേഘ കൺസ്ട്രക്ഷൻ്റെ പേരിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുക്കുകയും 2 പേരുടെ മരണത്തിന് ഉത്തരവാദി അവരാണ്. അതുകൂടാതെ അവരെ കരിമ്പട്ടികയിൽപ്പെടുത്തണമെന്ന് മന്ത്രിയോട് ആവശ്യപ്പെട്ടു. മന്ത്രി അപ്പം തന്നെ ആ വിവരം മോർത്തിൽ വിളിച്ചു പറഞ്ഞ് നടപടിയെടുത്തിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 2 ദിവസത്തിനകം ഈ ഹൈവേയുടെ കരാറുകാരായ ഈ കൺസ്ട്രക്ഷൻ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷനെതിരെ നടപടി ഉണ്ടാകും എന്ന് മന്ത്രി ഉറപ്പ് തന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. ആ വിവരം നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ ഈ യോഗം വിളിച്ചത്.